വെൽക്കം അവരാണ് സാംസങ് 21 ഫ്ലാറ്റിൻ്റെ ടി വിയാണ്. അപ്പോൾ ഇതിൻ്റെ കംപ്ലൈൻറ്റ് എന്ന് പറയുമ്പോൾ ഇപ്പോൾ ഡെഡാണ്. അപ്പോൾ ബോർഡ് ചെക്ക് ചെയ്തപ്പോഴാണ് കണ്ടത് LOTയുടെ വയറ് വന്നിട്ട് ഇതാ വീർത്തിരിക്കുകയാണ്. എന്തിലേക്കോ പൊട്ടി ഒലിച്ചിട്ടുണ്ട് ഇവിടെ. ഇതവിടെ ശ്രദ്ധിച്ച് നോക്കിയാൽ കാണാം, കണ്ടല്ലേ, അങ്ങനെ വീർത്ത് പൊട്ടിയിരിക്കുകയാണ്. അതോടൊപ്പം തന്നെ ഇവിടെ HOട്ടും കംപ്ലൈൻ്റ് ആയിട്ടുണ്ട്. പിന്നെ HOട്ടിൻ്റെ അടുത്തുള്ള 2 ഡിസ്ക് ഉണ്ട്, അതും ഇങ്ങനെ വെടിച്ച് പൊളന്നിട്ട് നിൽക്കുകയാണ്. ഓക്കെ, അതുപോലെ തന്നെ കണക്ഷൻ കൊടുക്കണതിൻ്റെ അടുത്തുള്ളൊരു കപ്പാസിറ്റർ ഉണ്ട്, 250 വോൾട്ട് 2.2 MFൻ്റെ കപ്പാസിറ്ററാണ്. അതും എന്നിട്ട് ബൾജായി നിൽപ്പുണ്ട്, അതിൻ്റെ ടോപ്പ് പോർഷൻ. ഇവിടെ ഇനി LOT മാറ്റണം, പഴയ LOTയാണ് ഇടാൻ പോകുന്നത്. അപ്പോൾ LOTയൊക്കെ ഇങ്ങനെ വയറൊക്കെ ഇങ്ങനെ വീർത്ത് വന്നാൽ മെയിനായിട്ട് പവർ സപ്ലൈ വോൾട്ടേജൊക്കെ ചെക്ക് ചെയ്യണം. അത് ഈ ബൾബ് എന്തോ ലോഡ് ചെയ്തിട്ടാണ് പവർ സപ്ലൈയിൽ ഈ ഔട്ട്പുട്ടിൽ ബൾബ് ലോഡ് ചെയ്തിട്ട് എന്തോ ആണ് ചെക്ക് ചെയ്യേണ്ടത്. അപ്പോൾ എനിക്കൊരു TV തല കിട്ടിയിട്ടുണ്ട്, സംഭവം LOT ഇങ്ങനെ വീർത്ത് പൊട്ടിപ്പോയി. അത് പവർ സപ്ലൈ വന്നിട്ട് 174 ഔട്ട്പുട്ട്. അതും സാംസങ്ങിൻ്റെ TV ആണ്. പിന്നെ അതിലെന്താണ് പവർ സപ്ലൈ വോൾട്ടേജ് ഔട്ട്പുട്ട് വോൾട്ടേജ് കറക്റ്റ് ചെയ്തിട്ട് വേറെ LOT വാങ്ങിച്ചിട്ടു, പിന്നെ കറക്റ്റ് ആയത്, വേറെ പ്രശ്നങ്ങളൊന്നുമില്ല. അപ്പോൾ ഇത് എന്താണ്, ഇനിയിപ്പോൾ പവർ സപ്ലൈ വോൾട്ടേജ് കറക്റ്റ് ആണെങ്കിൽ ഇതേപോലെ LOTയൊക്കെ വീർത്ത് പൊട്ടി വന്നാൽ അത് മാറ്റിയാൽ മതി, വേറെ കുഴപ്പമൊന്നുമില്ല. നോർമലായിട്ടായിരിക്കും ഇങ്ങനെ വീർത്ത് പൊട്ടിപ്പോയത്. അപ്പോൾ ഇപ്പോൾ പവർ സപ്ലൈ ഹൈ ആയിട്ട് LOT ഇങ്ങനെ വീർത്ത് വരണമെന്നില്ലല്ലോ, അതാണ് ഞാൻ പറഞ്ഞത്. അപ്പോൾ ഇവിടെ ഇപ്പോൾ ഇതാ വേറെ LOT ഇട്ടിട്ടുണ്ട്, പഴയതാണ്. HOട്ട് ഇതാ വേറെ ഇട്ടിട്ടുണ്ട്. സെറാമിക് ഡിസ്ക് 2 അതും വേറെ ഇട്ടിട്ടുണ്ട്, അത് വെടിച്ച് പൊളന്നായിരുന്നു അത്. പിന്നെ കണക്ഷൻ്റെ അടുത്തുള്ള 250 വോൾട്ട് 2.2 MFൻ്റെ കപ്പാസിറ്റർ മാറ്റി. ഇനി ഇതാ TV ഓൺ ചെയ്ത് നോക്കാം. TV ഓൺ ചെയ്ത് പവറിലിട്ട് കത്തി കറക്റ്റായിട്ട് ഓൺ ആയിട്ടുണ്ട്. വീഡിയോ ഇഷ്ടപ്പെട്ട ലൈക്ക് അടിക്കാനും ചാനലൊന്ന് കയറി സബ്സ്ക്രൈബ് ചെയ്യാനും തൊട്ടടുത്തുള്ള ബെല്ലൈക്കൺ ഓൺ ചെയ്യാൻ മറക്കല്ല. അപ്പോൾ താങ്ക് യു ഫോർ വാച്ചിങ്.